വിവാഹം ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പുതിയ ഒരു ജീവിതം തുടങ്ങുന്നു എന്ന് പൊതുവെ പറയാറുണ്ട്. പല സമുദായങ്ങൾക്കിടയിലും വിവാഹത്തിന് പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഉണ്ട്. ഇതിനു പുറകിൽ കാരമാത്ര പ്രസക്തമായ ചിലതുമുണ്ട്. വിവാഹവേദിയിൽ വധുവിനും വരനുമാണ് പ്രാധാന്യം. ആരും ശ്രദ്ധിക്കുന്നതും ഇവരെ തന്നെ. വിവാഹത്തിൻ്റെ ആചാരങ്ങൾക്കൊപ്പം വസ്ത്രങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് വേണം പറയാൻ, പ്രത്യേകിച്ചും വധുവിൻ്റെ വസ്ത്രത്തിന്. മന്ത്രകോടി അഥവാ വിവാഹ സമയത്ത് വധു ധരിക്കുന്ന സാരി തെരഞ്ഞെടുക്കുന്നതിന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആചാര്യന്മാർ പറയുന്ന ചില കാര്യങ്ങൾ. ഹൈന്ദവ വിവാഹങ്ങൾക്ക് വധു കൊടുത്തുവരുന്ന സാരിയുടെ നിറം ഏറെ പ്രത്യേകമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഫാഷനും ഭംഗിയും വധുവിന് ചേരുമോ എന്നും നോക്കിയാണ് സാരിയും ഇതിൻ്റെ നിറവുമെല്ലാം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വധുവിൻ്റെ മന്ത്രകോടിയുടെ നിറം സംബന്ധിച്ചും ആചാര്യന്മാർ പറയുന്നുണ്ട്. ദേവചൈതന്യമുള്ള നിറം മന്ത്രകോടിക്ക് തിരഞ്ഞെടുക്കണമെന്നതാണ് പ്രാധാന്യം. ദേവചൈതന്യമുള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അതായത് വധുവിൻ്റെ മന്ത്രകോടി ചുവന്ന നിറത്തിലാകണം എന്നർത്ഥം. കേരളത്തിനു വെളിയിൽ പല സ്ഥലങ്ങളിലും ചുവപ്പ് നിറത്തിലെ വസ്ത്രത്തിനാണ് വധു വിവാഹവേദിയിൽ എത്തുക. എന്നാൽ കേരളത്തിൽ ഇതിന്ന് പല നിറങ്ങളിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചുവപ്പ് നാം പൊതുവെ അപായ സൂചന എന്ന നിലയ്ക്കാണ് കാണാറ്. എന്നാൽ ഇത് ആകർഷണീയതയുള്ള നിറം എന്നതാണ് വാസ്തവം. ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന നിറമെന്ന് വേണം പറയാൻ. ഇതുകൊണ്ടാണ് ചുവപ്പ് പെട്ടെന്നു തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്, അല്ലാതെ അപായ സൂചന എന്നതല്ല. ചുവപ്പ് നിറത്തിലെ പട്ടുടുത്ത് വേണം വധു വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനെന്നതാണ് പണ്ടുകാലത്ത് പറയാറ്. മറ്റൊരാളുടെ മന്ത്രകോടിയോ ഉപയോഗിച്ച മന്ത്രകോടിയോ അരുത്. ചുവപ്പ് പോലെ തന്നെ പച്ച നിറത്തിലും മന്ത്രകോടി എടുക്കാം. ചുവപ്പിനോട് തീരെ താല്പര്യം പോരെങ്കിൽ പച്ചയുമാകാം. ഹരിതവർണം സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ചുവപ്പും അല്ലെങ്കിൽ പച്ചയുമാണ് പൊതുവെ മന്ത്രകോടികൾക്ക് ഇണങ്ങിയ നിറമായി പറയുന്നത്. ഇതുപോലെ വരൻ വരുന്നത് മിക്കവാറും ചന്ദന നിറത്തിലെ വസ്ത്രത്തിലാകും. താലി കെട്ടുന്ന സമയത്ത് വരനെ തണുപ്പിക്കാൻ, ടെൻഷൻ ഒഴിവാക്കാൻ സഹായിക്കുന്ന നിറമാണ് ചന്ദനവും വെള്ളയുമെല്ലാം. ചന്ദനത്തിന് ശരീരം തണുപ്പിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഈ നിറത്തിനും ഈ പ്രത്യേക കഴിവുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.